ഇതൊന്നും ഞാൻ വായിക്കുന്നില്ല, പോട്ടെ. മൈരന്മാർ സിനിമക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. ഇതൊരു വളരെ രസകരമായ ഒരു വീഡിയോ ആണ്. ചായ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. നല്ല രസമുണ്ട്. 129 രൂപ ക്ലാസിക് ചായ്, നോ ഷുഗർ കേട്ടോ. വില കാണാതെ 250 ml. ഇനിയിപ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഷുഗർ ഉള്ളത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 99 rupees. അതെങ്ങനെയുണ്ട്? അതെന്താണെന്ന് മനസ്സിലാവില്ല. ഷുഗർ വേണ്ടെങ്കിൽ 129 rupees. അതായത് 1/4 ലിറ്റർ ചായ കിട്ടുന്നുണ്ട്. 250 ml എന്നല്ലേ പറഞ്ഞത്. ഷുഗർ വേണ്ടെങ്കിൽ 129 രൂപയാണ് ചായയുടെ വില. ഷുഗർ വേണമെങ്കിൽ, ഷുഗർ ഇട്ട ചായയാണ് വേണമെങ്കിൽ അതിൻ്റെ വില കുറയുക ചെയ്യുന്നത്. 99 കുറയുന്നത്. അതെങ്ങനെയുണ്ട്? ശരിയാണല്ലോ. അതെന്താ അങ്ങനെ? ഷുഗർ ഇടാത്ത ചായ പ്രത്യേകം ഉണ്ടാക്കുകയാണല്ലേ? അതായിരിക്കും. ചിലപ്പോൾ ഷുഗർ ഇട്ടൊരു ചായ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുമായിരിക്കും ആ കടയിൽ. പിന്നെ രസമുള്ളത് 159 രൂപയാണ് കേട്ടോ. ഒരു 250 ml ചായക്ക് ചാർജ് ചെയ്തേക്കുന്നത്. 30 രൂപ ഓഫാണ്. അല്ലാതെ ഉണ്ടല്ലോ, 99 രൂപയ്ക്കല്ല, 129 രൂപയ്ക്ക് മധുരം ഇടാത്ത ചായയും, അല്ല മധുരമുള്ള ചായയും, മധുരം ഇടാത്ത ചായക്ക് 189 രൂപയും 60 രൂപയാണ് ഓഫ്. ഓക്കെ അങ്ങനെ 60 രൂപ ഓഫ് ഷുഗർ ഉള്ളതിൽ, 30 രൂപ ഓഫ്, 50 രൂപ ഓഫ് ഷുഗർ ഇല്ലാത്തതിൽ. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. നോക്കട്ടെ. ഷുഗർ വേണ്ടെങ്കിൽ 30 rupees ഓഫ്. ഷുഗർ വേണ്ടെങ്കിൽ 159 രൂപ 250 ml ചായ. നമ്മളിപ്പോൾ ചായക്കടയിൽ നിന്ന് കുടിക്കുന്ന ഒരു ഗ്ലാസ്സിനകത്ത് എത്ര ഗ്ലാസ് ഉണ്ടാകും? ശരിയാ, നഷ്ടമില്ല. പൈസയുടെ കണക്ക് വെച്ച് വലിയ നഷ്ടമില്ല. പക്ഷെ ഇത് ഇച്ചിരി ഭയങ്കരമായി പോയി അല്ലേ? എനിക്കൊന്ന് ഷുഗർ ഉണ്ടാക്കുന്ന കമ്പനി, അല്ലെ ഷുഗർ ഫാക്ടറിയുടെ മുതലാളി തന്നെയാണോ, ഈ അവരുടെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആണോ, ഈ അവരുടെ അല്ല, മറ്റേ ഡയബറ്റിസ് ഇതുണ്ടല്ലോ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയൊക്കെ ഇല്ലേ, അപ്പോൾ അതിനകത്ത് ഇൻസുലിൻ്റെ കമ്പനിയുടെ ഒരു സഹോദര സ്ഥാപനമാണോ ഈ ഷുഗർ ഫാക്ടറി എന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയും നമ്മൾ കാണുന്ന മുഴുവൻ ബേക്കറി സാധനങ്ങളും എവിടെ നോക്കിയാലും പലൂടെ ഗിലിയുടെ എല്ലാം മധുരമാണ്. നമ്മുടെ നാട്ടിൽ മധുരം കഴിച്ച ആൾക്കാർ മത്തിച്ച് നടക്കുക, മനസ്സിലായോ? ചായക്കകത്തൊക്കെ ചിലടത്ത് മധുരം ഇടുന്നുണ്ട്. മധുരമാണ് എല്ലായിടത്തും. മധുരം ജീവാമൃതം മിങ്കു മധുരം ജീവാമൃത ബിന്ദുവിനെ അറിയോ? ബിന്ദുവിനെ അറിയാമോ? നമ്മുടെ ബിന്ദുവിനെ അറിയാമോ? ആ ബിന്ദു. അപ്പോൾ ഭയങ്കരമായ ഷുഗർ, അതുപോലത്തെ സാധനങ്ങൾ, ഇതുപോലത്തെ മുട്ടായി, ഒരുപാട് സ്വീറ്റ്സ് നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉള്ള ബേക്കറിയിലെല്ലാം സ്വീറ്റ്സും കേക്കും പേസ്ട്രിയും പിന്നെന്തുവാ ഇങ്ങനത്തെ ബിസ്ക്കറ്റുകളും. എവിടെ ചെന്നാലും പോപ്കോൺ, അതൊക്കെ മധുരം, തിയേറ്ററിനകത്തൊക്കെ മധുരം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷുഗർ കൂട്ടാനുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടെ ഓടുന്നുണ്ട്. എല്ലാവരും കഴിക്കുന്നതിനകത്ത് മധുരമുണ്ട്. നോക്കിക്കോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ദിവസം കഴിക്കുന്ന മധുരമുള്ള പലഹാരങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. ഷെയ്ക്ക്, ജ്യൂസ്, എല്ലാത്തിനും ഷുഗർ ഭയങ്കര കയറി വരുന്നുണ്ട്. ഷുഗറിൻ്റെ ഇവിടുത്തെ കൺസംഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഈ മാർക്കറ്റിൽ എന്തോരം പഞ്ചസാര വരുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഇത്തിരി ഫ്ലേവേഴ്സ് വരുന്നുണ്ടെന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ കേക്കുകളുടെ സെയിലും എല്ലാം ഒന്ന് പരിശോധിക്കാനായിട്ടുണ്ട്. കാരണം ഈ വക കാര്യങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻസുലിൻ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? കാരണം ഇതൊക്കെ നമ്മുടെ മുന്നിൽ കൂടെ വരുന്നുണ്ടാവും പരസ്യത്തിൻ്റെ രീതിയിലൊക്കെ. അങ്ങനെ ഒരു പരസ്യം കണ്ടാൽ തന്നെ ഇവർ ചിലപ്പോൾ ഡയറക്റ്റ് പ്രൊമോഷൻ കൊടുക്കണമെന്നില്ല, ഇൻഡയറക്റ്റ് അടിച്ച് കയറ്റിയായിരിക്കും. എല്ലാവരും അന്നത്തെ ദിവസം എല്ലാവരും പോയി ഷുഗർ അറിയാതിനും കണ്ടോ. ഇപ്പോൾ ഒരു 50 രൂപ കുറച്ചിട്ടേക്കോ. എന്തിനാണെന്നറിയോ? ഒരു ദിവസം അവനൊരു 250 മില്ലി ചായ രാവിലെ ആയിട്ട് കുടിച്ചാൽ പോലും അവർക്ക് നഷ്ടമൊന്നുമില്ല. അവന് 5 വർഷം കഴിയുമ്പോൾ എൻ്റെ സാധനം മേടിക്കാൻ ഇതിന് ഇരട്ടി കൊടുക്കേണ്ടി വരും. ഒരു ദിവസം 150-200 രൂപയുടെ മരുന്ന് കഴിക്കേണ്ടവനല്ലേ? അപ്പോൾ അവന് പിന്നെ ആജീവനാണ്. പിന്നെ അവൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഏത് അതിനാണത്. മനസ്സിലായ അത് ഇപ്പോഴും എറിഞ്ഞിടുക. ഇവരെല്ലാവരും ടൈപ്പാന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഇൻഡസ്ട്രി അങ്ങനെയാണ്. ഈ മെഡിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സ്ഥാപനമാണ്. എന്നാൽ ഡോക്ടർമാരുടെയൊക്കെ റോൾ വളരെ ചെറുതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡോക്ടർമാരൊക്കെ ഇറങ്ങിയാണ് പഠിപ്പിക്കുന്നുണ്ട്. ഡയബറ്റീസിനെ പറ്റിയും, ഇത്ര മധുരം കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ചെക്കപ്പ്, നിങ്ങളുടെ പാൻക്രിയാസിനെ എങ്ങനെയാണ് ഷുഗർ അഫക്ട് ചെയ്യുന്നത്, സോൾട്ടും ഡേഞ്ചറാണ്. ഇത് രണ്ടുമാണ് ഇവിടെ മെയിൻ. ഇത് രണ്ട് യൂറോപ്പിലൊക്കെ ഉപേക്ഷിച്ച സാധനമാണ്. മനസ്സിലായോ? അവരും ഇതൊന്നും എടുത്ത് ഇങ്ങനെ കഴിക്കത്തില്ല. അല്ലാതെ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസിനകത്ത് തന്നെ മധുരം ഇടുന്നത്. നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസ് മാത്രമേ, നാരങ്ങ വെള്ളം, സോഡ നാരങ്ങളെ പറ്റത്തുള്ളൂ. സോഡലയും വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് സോൾട്ടാണ് ഞാൻ കുടിക്കുന്നത്. കുറേ കൊല്ലമായി. ഏറ്റവും ടേസ്റ്റി നാരങ്ങ വെള്ളം എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ഫ്രഷ് ലൈമേ പറ്റത്തില്ല. ആ സമയം സോഡ ലൈമിൽ നിങ്ങൾ ഷുഗറും സോൾട്ടും ഇല്ലാതെ കുടിച്ചൊന്ന് ശീലിച്ച് നോക്കിയിട്ട് നിങ്ങൾ പിന്നീട് മധുരം ഇടുക, ഉപ്പിടുക ചെയ്താൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ പണ്ട് മധുരം ഇട്ട് കുറച്ച് മധുരം ഇടുകയാണ്. പക്ഷേ മധുരം ടോട്ടലി ഉപേക്ഷിച്ചിട്ട് ഈ സോഡ ലൈം കുടിക്കണം. കുറച്ചാൾ കുടിച്ച് നോക്കുക, പ്രാക്ടീസ് ചെയ്യും. കുറേ നാൾ, അതായത് ഒരു 2-3 മാസം ഇങ്ങനെ കുടിക്കുക. കുടിച്ചാൽ ഇതേ കുടിക്കത്തുള്ളൂ തീരുമാനിച്ച് കുടിച്ച് നോക്കുക. പിന്നെ ഒരിക്കലും നിങ്ങൾ മധുരമോ പഞ്ചസാര ഇടത്തില്ല ഞാൻ എഴുതി വെച്ചില്ല. എൻ്റെ കുറേ കൂട്ടുകാർ ഇപ്പോൾ അങ്ങനെയാണ് കുടിക്കുന്നത്. കാരണം എന്നാ, അത് കുടിച്ചാൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെയാണ് കാപ്പിയും ചായയും ഫ്രൂട്ട് ജ്യൂസിനകത്തൊന്നും ഷുഗർ എന്ന് പറയുന്ന സാധനം സ്പെഷ്യൽ ആഡ് ചെയ്യാൻ സമ്മതിക്കരുത്. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് എടുത്തുള്ളൂ. ആ കോഫിയുടെയോ അല്ലെങ്കിൽ ചായയുടെയൊക്കെ ആ ടേസ്റ്റ് ഉണ്ട്. അത് നല്ലതാണ്. മധുരം ഇടാതെ കുടിച്ച് ശീലിച്ചുണ്ടല്ലോ, പിന്നെ അത് മധുരം ഇട്ട് കുടിക്കുമ്പോൾ തന്നെ നോക്കും. ശരിക്കും ഞാൻ ഇങ്ങനെ ചൂന്ന് വരുന്നുണ്ട്. മധുരം ഇട്ട് കുടിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കാപ്പി. ചായക്കകത്തും മധുരം വരുമ്പോൾ ഒരുതരം അളിഞ്ഞ ചവയാണ് വരുന്നത്. ഫ്രൂട്ട് ജ്യൂസിനകത്തൊക്കെ ആരുടെ മധുരം ചേർക്കുന്നത്? അതിന് ഓൾറെഡി മധുരം ഉണ്ട്. അതൊന്ന് നിർത്തി നോക്കുക, സൂപ്പറാണ്. പിന്നെ ഈ മധുരമായിട്ട് വരുന്ന കേക്കും പേസ്ട്രിയൊക്കെ ഇടയ്ക്ക് കഴിക്കരുതെന്നൊന്നും പറയത്തൊന്നുമില്ല. വല്ലപ്പോഴും ഒരു പേസ്ട്രി കഴിക്കാം, കേക്ക് കഴിക്കാം, ലഡു കഴിക്കാം, ജിലേബി കഴിക്കാം. പക്ഷെ ഇത് ശ്രദ്ധിച്ചോണം കഴിക്കുമ്പോൾ. അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ. അപ്പം മധുരം, മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ,
കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ. ഇതിനൊരു കണക്ഷൻ ഉണ്ട് ഈ പാട്ടില്ലേ. ശിവന് പഴയ അറിയാൻ പാടിയത്. പക്ഷെ അപ്പോൾ ഞാനത് മലർ മഞ്ചൽ, ഈ മഞ്ചൽ എന്ന് പറഞ്ഞാൽ ശവമഞ്ചൽ എന്ന് പറയുന്നതിനെ അവർ മലർ മഞ്ചലാക്കി. മധുരിക്കുന്ന ഓർമ്മകൾ, അതായത് ഇത് ഈ ഷുഗറൊക്കെ കൂടെ തിന്നുന്ന ഓർമ്മകൾ, അത് നമ്മളെ മഞ്ചലിലെത്തിക്കുന്നു. കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്. ഈ മാഞ്ചുവട് എന്ന് പറഞ്ഞാൽ മാവ് എന്താണെന്നറിയോ? മാവാണ് ചില കത്തിക്കുന്നതിന് പെട്ടെന്ന് മാവിന്റെ തടി വെച്ചാണ് ബോഡി കത്തിക്കുന്നത്. അപ്പൊ അന്റെ കാലത്തെ ഇത് കവി നേരത്തെ കണ്ട് എഴുതിയതാ. മനസ്സിലായോ? മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരിക, കൊണ്ടുപോകൂ ഞങ്ങളെ. അയ്യോ ശരിയാണ്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഈ പാട്ടൊക്കെ നേരത്തെ ഉണ്ടെന്നേ. ഞാൻ വെറുതെ മധുരം വെച്ച് രണ്ട് പാട്ട് തപ്പിയപ്പോൾ കിട്ടിയതാ. മധുരിക്കും ഓർമ്മകൾ, മധുരം ജീവാമൃത ബിന്ദു, തേടും ലയ സിന്ധു. ബിന്ദു മാത്രമല്ല സിന്ധു ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് താല്പര്യമുണ്ട്. സിന്ധു പഞ്ചസാരയാ, ബിന്ദു പഞ്ചസാര. സിന്ധു ബിന്ദു ഞങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചാൽ നഷ്ടം എന്തടി അച്ചാമ്മേ. ഈ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? പഴയ പാട്ടാ. എടി സിന്ധു ബിന്ദു സിന്ധു ബിന്ദു ഞങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചാൽ നഷ്ടം എന്തടി അച്ചാമ്മേ. ഇതിട്ടിട്ട് റീൽസ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ചില ബോർഡ് ആയിരിക്കും അല്ലേ? എന്തെങ്കിലും നൈസ് നമ്പർ ആക്കിയിട്ട് ആ പാട്ടിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് തിരിക്കുക ഓളെന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും സാധനം. അത് ചെയ്യത്തില്ല ഇപ്പോഴത്തെ പെമ്പിള്ളേർ. ഇപ്പോൾ പിള്ളേർ തിരിച്ചെന്തെങ്കിലും ഒരു പാട്ടിടണം. അപ്പോൾ ആ പെമ്പിള്ളേർ വേറെ പാട്ടിടണം. ഏത് പാട്ടായിരുന്നേ? അത് ഞാനെങ്ങനെ കേട്ടോ, പെമ്പിള്ളേർ കണ്ടുപിടിക്കണം. നമുക്കായാലും ഇത് വിടാം റീൽസ്. ഞങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചാൽ സ്റ്റെപ്പ് ഇത്രയൊക്കെ മതി. എന്തടി ഇതാണ്. അപ്പൊ സിന്ധുവിന്റെ ബിന്ദുവിന്റെ കേസ് അതല്ല. നമ്മളുടെ പ്രശ്നം ഷുഗറാണ്, മധുരം. അപ്പൊ അതാണ്. ഈ മധുരത്തെ പറ്റി വേറെ പാട്ടുകളുണ്ടോ? ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ. ഉണ്ട്, അതിനകത്തുണ്ട്. എന്തെന്നറിയോ? ഇത്ര മധുരിക്കുമോ പ്രേമം. പ്രേമത്തിനകത്ത് ഈ മധുരം വരുമല്ലോ. കാരണം പ്രേമിക്കുന്ന സമയത്ത് ഐസ്ക്രീം ആയിരിക്കും, അല്ലെങ്കിൽ പേസ്ട്രി ആയിരിക്കും, കേക്ക്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വരും. ഇപ്പോൾ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് തള്ളുക. എല്ലാവരും ബർത്ത്ഡേ ആഘോഷിച്ച് എല്ലാ ദിവസവും അങ്ങ് ബർത്ത്ഡേ. അപ്പോൾ എല്ലാ ദിവസവും കേക്ക് ഇതാണ് ഈ പിള്ളേരുടെ പരിപാടി തീരാൻ പോകുന്നത്. പാൻക്രിയാസിനെ അഫക്ട് ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ മധുരിക്കുന്നു പ്രേമം. പ്രേമത്തിനകത്ത് അപ്പോൾ ഇതൊക്കെ കലങ്ങി മധുരം. ഇത്ര കുളിരേകുമോ. കുളിരുണ്ടാകുന്ന എന്തുകൊണ്ട്? ബോഡി വീക്കായി, അതിൽ ഡയബറ്റീസ് കൂടി. അപ്പോൾ ഓട്ടോമാറ്റിക് ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഡൗൺ ആയി. അപ്പോൾ അങ്ങനെ ബോഡി വീക്കായി കുളിരും. ചെറിയ തണുപ്പ് കാറ്റടിച്ച കുളിരും. മനസ്സിലായോ? അതാണ് ഇത്ര കുളിരേകുമോ. ഇതെല്ലാം ഉണ്ട് ഇവിടെ. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയത് അതിനെപ്പറ്റി. ഇതൊക്കെ ഒരു മാഫിയാണ്. ആ മാഫിയെ പറ്റി എഴുതിയ പാട്ടുകളാണ് അന്നേ ഇതൊക്കെ എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇത് പുതിയ പാട്ടുകളല്ല. പുതിയ പാട്ടിനകത്ത് വേറെ എന്തോ മധുരമുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ രണ്ടു പാട്ട് കേട്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതെല്ലാം. ഇല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? എവിടെ മധുരമുണ്ടോ അവിടെ പ്രശ്നമുണ്ട്. അത് സംഗീതത്തിലാണെങ്കിലും കവിതയിലാണെങ്കിലും ചരിത്രത്തിലാണെങ്കിലും. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ചരിത്രത്തിലെ മധുരം എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് ചരിത്രം പരിപാടിയില്ല. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് പോയത്. ഉപ്പ് മോശമാണ്, ഉപ്പ് വേണ്ടാത്ത സാധനം, ഉപ്പ് ആവശ്യമില്ലാത്ത സാധനമാണ്. ഇനി ഉപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സത്യത്തിലേ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് പലതും തോന്നുന്നത്. മനസ്സിലായി? ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ കണ്ടോ ഇങ്ങനായി അങ്ങനായി. അപ്പോൾ നമുക്കൊരു ബോധം വന്നില്ലേ, ഇത് കഴിക്കാൻ പാടില്ല, മധുരം ഒരു അപകടകരമായ സാധനമാണ്. അല്ലെങ്കിൽ മധുരം ഇടാതെ നാരങ്ങ വെള്ളം, ഉപ്പ് മധുരം ഇല്ലാത്ത നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ ഉള്ള ഒരു അത് സോഡ ലൈൻ തന്നെ വേണം തണുത്തത്, അല്ലാതെ ഫ്രഷ് ലൈം ചെയ്യല്ലേ. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസിനകത്ത് സ്ഥിരമായിട്ട് നമ്മൾ ഈ പഞ്ചസാര ഇടാതെ എന്താ ടേസ്റ്റ്. ഇവിടുത്തെ പക്ഷേ കുറച്ച് വെള്ളം കലങ്ങുന്നതുകൊണ്ട് ടേസ്റ്റ് ഓൾറെഡി കുറവ്. അതിന് പഞ്ചസാര ഇട്ട് കടിച്ച് വരുന്ന ഒരു പഞ്ചസാര ഇടാതെ കുടിക്കാവും. നോ ഷുഗർ എന്ന് പറയണം എല്ലാത്തിനകത്തും. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ നാട് നന്നാവും ചിലപ്പോൾ. ഇവരുടെ എല്ലാം തലയ്ക്ക് മത്ത് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ഈ ബോധമില്ലാത്ത പ്രവർത്തികൾ കൂടുകയും മദ്യാസക്തി, കഞ്ചാവിനോട് ആസക്തി, അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ അലമ്പൊക്കെ ഉണ്ടാകുന്നത്. ഈ മദ്യത്തിനകത്തും ഈ ഡയബറ്റീസ് കൂട്ടുന്ന ഈ ഷുഗറിൻ്റെ ഈ കാർബ് കൂടുതലാണ്. അപ്പോൾ അതങ്ങനെ ഗ്ലൂക്കോസായി, കാർബ് മറ്റേതായി, ഷുഗർ കൂടി, അതും പാൻക്രിയാസിനെ അഫക്ട് ചെയ്തിട്ട് ഡയബറ്റീസ് ആയി. മദ്യപാനം ശരിയല്ല. ഒരേ ഒരു തൂഫാൻ കാരണം മദ്യപാനികളുടെ എണ്ണം കൂടും. അങ്ങനെ ഡയബറ്റീസ് അതും കണക്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ. തൂഫാൻ എന്ന് പറയുന്നത് മദ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാഫിയ. മദ്യത്തിൽ നിന്ന് തിരിച്ച് നേരെ ഡയബറ്റീസിലെത്തുമ്പോൾ നേരെ പിന്നെയും അവൻ അതിൻ്റെ സ്പോൺസർ ആരാന്നറിയോ? ഇൻസുലിൻ കമ്പനിക്കാരൻ. ഇൻസുലിൻ കമ്പനിക്കാരനാണ് ഇവിടെ തൂഫാൻ നടത്തുന്നത് ഇവിടെ. ഇത് കഞ്ചാവ് വലിക്കാൻ ഷുഗർ വരത്തില്ല. അപ്പോൾ കഞ്ചാവ് പിടിച്ചിട്ട് മദ്യപിക്കാൻ പ്രേരിപ്പിക്കും. അപ്പോൾ അവന് ഷുഗർ വരും. അപ്പോൾ ഇൻസുലിനാണ് ഇതിൻ്റെ ആള്. മെഡിക്കൽ മാഫിയയുടെ കാര്യങ്ങളാണ് ഇതെല്ലാം. തൂഫാൻ അടക്കം അതിനകത്ത് വിടുന്നവരാ ഇല്ലേ? ഇത് മറ്റേ ലിബിൻ പറഞ്ഞ പോലെ ഉണ്ട്. മറ്റേ ലിബിൻ കണ്ടിരുന്നുണ്ടല്ലോ, ഇവിടുത്തെ ആ കട്ടപ്പനയോ അവിടെ കണ്ടിരുന്നില്ലേ? തത്വമസി ഹല്ലേലൂയ സലാം അലൈക്കും അസ്സലാമു അലൈക്കും ശബരിമല അയ്യപ്പ സ്വാമിയെ ശരണയ്യപ്പ എന്ന് പറയുന്നത് പറഞ്ഞില്ല എന്നിടയ്ക്ക്. KCB മലയിൽ എന്താ ഗാന്ധിത്തല, ഗാന്ധി ഫാദർ ഓഫ് ദിനേശൻ ശവാരി ഗിരിഗിരി ദിനേശ ശവാരി ഗിരിഗിരി കീരിയും പാമ്പും എന്ന് പറഞ്ഞത് കീരി പാമ്പ് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? കീരി പാമ്പ് കീരി തവള അല്ല എലി കരണ്ടാണ് തിന്നുന്നത്. കരണ്ട് KSCB മലയിൽ സിബി മലയിൽ എന്ന് പറഞ്ഞവരുണ്ടല്ലേ. വേണം പ്രത്യേകം എനിക്ക് ഞാൻ ഈ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ചിന്തിച്ചെടുത്തോണം. നിങ്ങളുടെ ആരോഗ്യമാണ്, നിങ്ങളുടെ ജീവിതമാണ്, എല്ലാം നോക്കിക്കോണം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ഇൻസുലിൻ കമ്പനിക്കാരൻ്റെ മാഫിയ കാര്യങ്ങൾ എവിടെ വരെ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ഞാൻ ആലോചിച്ചു ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെയൊക്കെ വേറെ ഒരിടത്ത് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.